ശ്രീ വി ഡി സതീശൻ പൊരുതി നേടിയതാണ് മുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും അദ്ദേഹം ഇപ്പം ചിന്തിക്കുന്നുണ്ടാകും വേണ്ടായിരുന്നു. ഇത് കാരണം അത് അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ സീറ്റ് വിഭജനം. ഒരുപാട് അധികാരമോഹികൾ, കസേരമോഹികൾ ഒരുപാട് ആളുകളുണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരു മന്ത്രിസ്ഥാനം ഈ 63 MLA ജയിച്ചു വന്നു പോയി. കോൺഗ്രസ്സിൽ അത് ഈ എണ്ണം കുറവായിരുന്നു, ഈ കുഴപ്പമില്ല. ഒരു 5 MLA ഒരു മന്ത്രിസ്ഥാനം എന്നുള്ള നിലയിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 12 മന്ത്രിസ്ഥാനം കോൺഗ്രസ്സിന് കിട്ടണം. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ജാതി സമവാക്യങ്ങളും പിന്നെ പ്രാദേശിക വാദങ്ങളും ഒക്കെ നോക്കണം. ഓരോ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു മന്ത്രിയുടെ വിഹിതം വേണ്ടി വരും. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിക്കണ്ട ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ട്. അത് 22 MLA 5 മന്ത്രിസ്ഥാനം എന്ന് പറയുമ്പോൾ 5 25, അത് ഒരെണ്ണം കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അതുപോലെ തന്നെ ജോസഫിന് ആണെന്നുണ്ടെങ്കിൽ 8 സീറ്റിൽ മത്സരിച്ചു, 7 സീറ്റിൽ വിജയിച്ചു. നമ്മളത് കണക്കാക്കേണ്ടതാണ് വിജയ ശതമാനം. നോക്കിയാൽ അതായാലും അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനമേ ഉള്ളൂ. പിന്നെ ഒരു ചീഫ് സ്ഥാനം കൂടെ കൊടുക്കുന്നുണ്ട്, ക്യാബിനറ്റ് പദവിയാണ് അതുകൊണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ പറയാൻ വന്നത്, ഈ കോൺഗ്രസ്സിൽ ഈ മുസ്ലിം ലീഗിന് ഇത്രയും സീറ്റൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ഈ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരുപാട് തിരിച്ചടികളുണ്ടാവും. കോൺഗ്രസ്സിലെ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, പറ്റി സിദ്ദീഖ് എന്തുകൊണ്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിന് യോഗ്യതയുള്ള ആളാണ്. അത് കൊടുക്കേണ്ടതായിട്ട് വരും, കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആലുവ MLA അൻവർ സാദത്ത് ആണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ആലുവ ഇന്ന് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഓരോ സമയം ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ജനസമ്മതി ധാരാളമുള്ള ആളാണ്. അവിടെ എല്ലാ ആളുകളുടെ പ്രശ്നങ്ങളിലും അദ്ദേഹം നേരിട്ടിടപെടും. അത് ഒരുപാട് വലിയ നല്ല സാമൂഹ്യ പ്രവർത്തകൻ തന്നെയാണ്. ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അത് അൻവർ സാദത്തിന് യഥാർത്ഥത്തിൽ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു വനിതാ മുഖം എന്ന് പറയുന്നത് നമ്മുടെ അരൂർ MLA ആണ്. അത് യഥാർത്ഥത്തിൽ അവരും ഒരുപാട് ഇത് സാധ്യതകൾ നമുക്ക് കൽപ്പിക്കാവുന്ന ഒരു നേതാവാണ്. കോൺഗ്രസ്സിലെ ഒരു സീനിയർ നേതാവാണ് ഷാനിമോൾ ഉസ്മാനും കൊടുക്കേണ്ട. അങ്ങനെ വരുമ്പോൾ 3 സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് വരുമ്പോൾ, ജാതി സമവാക്യങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ അതിൽ സെലക്ഷൻ വേണ്ടി വരും. അതാണ് പ്രശ്നം. കാരണം മുസ്ലിം ലീഗിന് 5 സീറ്റ് കൊടുത്തു പോയല്ലോ, അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അത് അങ്ങനെ ആവണ്ടെന്നല്ല, അവർക്ക് കൊടുക്കുന്നത് അവർ മൂലം അവരുടെ വോട്ട് കൊണ്ട് ഒരുപാട് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് വകുപ്പ് ഏതാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു കീറാമുട്ടി പ്രശ്നമായിട്ട് വരുന്നു. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും അതുപോലെ തന്നെ വിജിലൻസും കൊടുക്കുന്ന എന്നുള്ള ഒരു തീരുമാനമാണ്. അങ്ങനെ വരുന്നതെന്നാണ് മനസ്സിലാക്കിയേക്കുന്നത്. ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഏതായാലും അത് നല്ലൊരു കാര്യമാണ്. ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നേതാവ്, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ്, അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നു. മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന് അദ്ദേഹത്തിന് അതായത് വളരെ ചെറുപ്പക്കാരനായ മന്ത്രിയായിട്ട് മാറിയ ആളാണ് ആദ്യം. അന്ന് ഗ്രാമവികസന വകുപ്പായിരുന്നു കൊടുത്തിരുന്നത് അദ്ദേഹത്തിന്. അങ്ങനെ വന്നു അദ്ദേഹം. ഏതായാലും ഒരു വളരെ കളർഫുള്ളായിട്ട് ജയിച്ചു വന്ന ഒരു പിടിച്ചടക്കി വന്നിരുന്ന ഒരു നേതാവാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ആഭ്യന്തരം എന്ന് പറയുന്നത്, മുൻപ് അദ്ദേഹം ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൽ. നല്ല പ്രവർത്തനമായിരുന്നു, വളരെ നല്ല പ്രവർത്തനമായിരുന്നു. വലിയ പരാതികളൊന്നും അതിനെക്കുറിച്ചുണ്ടായിട്ടില്ല. ആഭ്യന്തരം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ നന്നാക്കാനും മോശമാക്കാനും ഏറ്റവും ഒതുങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആഭ്യന്തരവും വിജിലൻസും. ഇവിടെ വിജിലൻസ് എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. ആ രീതിയിലായി. അങ്ങനെയല്ല വേണ്ട, അതിനൊരു ഉയർത്തെഴുന്നേൽപ്പ് കൊടുക്കണം, അത് വേണ്ടതാണ്. അപ്പോൾ അത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അതിനുള്ള കഴിവുണ്ടാകും. നല്ലതാണ് അദ്ദേഹത്തിനെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഒന്നാമത് ഇത്രയും മുതിർന്ന ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഈ മന്ത്രിസഭയിൽ ശ്രീ വി ഡി സതീശന് വലിയ സഹായമാവും.
അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി എന്തായാലും അദ്ദേഹത്തിന് ഇതിൽ കൊണ്ടുവന്നത് വളരെ നല്ലതാണ്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എണ്ണം തയ്ക്കാൻ ആളുകൾ അങ്ങോട്ട് ഒരുപാട് പേരുണ്ട്, 102 പേര് ജയിച്ചു വന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തുനിന്ന് എല്ലാവർക്കും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ എനിക്ക് യഥാർത്ഥത്തിൽ ശ്രീമതി രമ അവർക്കൊരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനെക്കുറിച്ച് അതായത് അത് ഈ ടേം വ്യവസ്ഥയിലായാലും ശരി കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്, നല്ല നേതാവാണ്, വളരെ നല്ല രീതിയിൽ അവിടെ പടവെട്ടി ജയിച്ചു വരുന്നവരാണ്, കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് ആർക്കൊക്കെ കൊടുക്കും എന്നുള്ള ഒരു ചോദ്യം വരും. ഏതായാലും ശരി, ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ ഒരു കാര്യം നല്ല രീതിയിൽ അവസാനിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞപ്പം ശ്രീ വി ഡി സതീശൻ വിചാരിക്കുന്നുണ്ടായും അനങ്ങാതിരുന്നാൽ മതിയായിരുന്നു, ആഭ്യന്തരം അങ്ങനെ എടുത്തുകൊണ്ട് മിണ്ടാതിരുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു, മുഖ്യമന്ത്രി ആയിപ്പോയി, ഇനി ഇതിനെല്ലാത്തിനും ഇറങ്ങണ്ടേ, ഇതുപോലെ മുഴുവൻ ഈ അടികലശലില്ല യഥാർത്ഥത്തിൽ. അങ്ങനൊരു ഗുണമുണ്ടായി. കാരണം ഇതിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ആർക്കും ഒന്നും പറയാനൊക്കത്തില്ല. ഇപ്പം ലീഗ് പോലും 5 സ്ഥാനം ചോദിച്ചു, ഇല്ല 4 ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോരാ, ഞങ്ങൾക്ക് 5 വേണം എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലായിരുന്നു. ജോസഫ് എന്തുകൊണ്ടാണ് ഒരു മന്ത്രിസ്ഥാനം 2 ചോദിച്ചു, നടക്കുന്ന കാര്യമല്ല എന്ന് പറയാം. അപ്പോൾ അത് പറയാൻ പറ്റുന്ന എന്താണ്, ഇത്രയും തമ്പിങ് മെജോറിറ്റി ആയിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസിനകത്താണെങ്കിൽ നേതാക്കളുടെ ബാഹുല്യം, ഒരുപാട് പേരെ മന്ത്രിയാക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ജില്ലയ്ക്ക് ഒരാളെയെങ്കിലും കൊടുക്കണ്ടേ. അത് ഇപ്പോൾ ടി സിദ്ദീഖിനെ കൊടുത്തു കഴിഞ്ഞാൽ വയനാട് ജില്ലയുടെ ആ പ്രശ്നം മാറും. പിന്നെ അതേപോലെ തന്നെ ഇനി കാസർഗോഡ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതും ആർക്കെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതല്ലേ, ഓരോ ജില്ലയ്ക്കും പ്രാതിനിധ്യം കൊടുക്കണം. ഇത് ഇനി ഒരു ജില്ലയ്ക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കാര്യമൊന്നുമില്ല. കാരണം അവിടേക്ക് ബാക്കിയുള്ളവരെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി, ഒരു ജില്ലയെ അവോയ്ഡ് ചെയ്യാതിരുന്നാൽ മതി. സ്വന്തം ജില്ലയെ മാത്രം പരിപാലിക്കുന്നവരായി മാറരുത് മന്ത്രിമാർ. അപ്പോൾ അതുപോലെ തന്നെ ശ്രീമതി ബിന്ദു കൃഷ്ണ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നേതാവാണ്, ഞങ്ങൾ നല്ല അടുപ്പക്കാരുമാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് ഏതായാലും കൊടുക്കുന്നത് ആ തീരുമാനമുണ്ടെന്ന് അറിയുന്നു, വളരെ നല്ലതാണ്. ഇതുപോലെ ബാക്കി കുറേ ആളുകളുടെ കാര്യമുണ്ട്, എല്ലാവരെയും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല നല്ല തീരുമാനങ്ങളാണ്. അതിനിടയിൽ കുറച്ച് കല്ലേടിയൊക്കെ വരും, കുറച്ച് പ്രശ്നങ്ങൾ വരും. വടിയെടുത്ത് ഭരിക്കേണ്ട ഗതികേട് വി ഡി സതീശന് വരും. പിന്നെ ഒരു മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം. അതിന് പറ്റിയ ഒരാളാണ് വി ഡി സതീശൻ. പക്ഷേ അത് ഒരു തലക്കനമോ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പ്രഖ്യാപനങ്ങളോ ആയി മാറരുത്. അങ്ങനെ മാറാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നടക്കും. അദ്ദേഹം നല്ല രീതിയിൽ ഭരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. ഏതായാലും എനിക്ക് ഉറപ്പുള്ളത് നല്ലതാണ് വളരെ. കാരണം നല്ല ആളുകൾ ഒരുപാട് പേര് ജയിച്ചു വന്നു. ഇനി ബാക്കി ഇതൊന്നും കൊണ്ടല്ല, കേരളത്തിന് നല്ല ഒരു നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആലോചിക്കും. വി ഡി സതീശൻ ധനകാര്യം കൈകാര്യം ചെയ്യാൻ പോകുന്നു, അത് വേണം, അങ്ങനെ തന്നെ വേണം. ആ മാനേജ്മെൻറ്റിനൊക്കെ അറിയാവുന്ന ഒരാളാണ്, അത് തന്നെ വേണം, നോക്കണം. ഏതായാലും ശരി, നിർബന്ധമായിട്ട് നല്ല ഒരു ഭരണം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആയിരിക്കട്ടെ. ഈ 5 വർഷമല്ല, അവർക്ക് വീണ്ടും തുടർഭരണം പോലും കിട്ടും നല്ലതായിട്ട് പ്രവർത്തിച്ചാൽ. അത് തിരിച്ചറിഞ്ഞല്ലോ ഇപ്പോൾ ഏകാധിപത്യ ശൈലി എന്താണെന്നും അല്ലാത്തത് എന്താണ്, ജനാധിപത്യ ശൈലി എന്താണെന്നും കേരളത്തിൽ ജനങ്ങൾ ഇപ്പോൾ കാണിച്ചു കൊടുത്തല്ലോ. അതിൻ്റെ പ്രതിഫലമാണ് ഈ 102 സീറ്റ്. ആലോചിക്കണം, പ്രവർത്തിക്കണം.